വീടുകളിൽ ഒതുങ്ങിപ്പോയ വയോജനങ്ങളെ ഒരുമിച്ച് ചേർത്ത് യാത്രകൾ പോയ കഥയാണ് താമരശ്ശേരി പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് സൗദാ ബീവിക്ക് പറയാനുള്ളത്. പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഇല്ലാത്ത കാര്യമാണ് സമയവും സന്ദർഭവും കണ്ടെത്തി വൈസ് പ്രസിഡന്റ് പൂർത്തിയാക്കിയത്. 5 വർഷം കഴിഞ്ഞ് പടിയിറങ്ങുമ്പോൾ ആ യാത്രയിലെ ഓർമ്മയാണത്രേ അതിമനോഹരമായി മനസ്സിൽ നിൽക്കുന്നത്. കടയിൽ കൊടുത്താൽ മതി, ഞാൻ അവിടെ എടുത്ത് കൊണ്ടുപോയിക്കോളാം. ഹലോ, ഒരു പേഷ്യൻറ്റിന് അവിടെ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഫിസിയോതെറാപ്പിക്ക് വേണ്ടിയിട്ട് ആണോ? 6 മണിക്ക് അവിടെ വരികയാണോ വേണ്ടത്? ആ ഓക്കെ, ഞാനങ്ങനെ പറയാം. ഫുള്ള് തിരക്കന്നെ. ഫുള്ള് തിരക്കന്നെ. ഭരണസമിതിയുടെ അവസാന സമയത്തിലാണല്ലോ. അതെ അതെ, കുറെ തിരക്കുകളുണ്ട്. താമരശ്ശേരി പഞ്ചായത്തിൽ ഇപ്പോ UDF ആണല്ലേ? അതിപ്പോ എങ്ങനെ മുസ്ലിം ലീഗിന് എത്ര അങ്ങനെ ഒരു സീറ്റ് കണക്കൊക്കെ ഉണ്ടാവുമല്ലോ? UDFന് 14 മെമ്പർമാരുണ്ട്. ഇതിൽ 10 മുസ്ലിം ലീഗിന്റെ മെമ്പർമാർ, 4 കോൺഗ്രസിന്റെ ആണ്. ഒരു 35 വർഷത്തിലേറെ ആയിട്ട് UDF നിലനിർത്തി പോരുന്ന ഒരു പഞ്ചായത്താണ്. നമ്മൾ കുറെ പദ്ധതികൾ ഉണ്ടാവും, അതിലിപ്പോ ആ പദ്ധതികൾ തന്നെ തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലായിരിക്കും. അപ്പം അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ ഒരു വയോജനങ്ങളെയും കൊണ്ട് യാത്ര പോകുന്ന പരിപാടിയൊക്കെ. അതെങ്ങനെയാ മെമ്പർ ആ ഒരു സംഗതിയിലേക്ക് എത്തുന്നത് എങ്ങനെയാ? ഞാൻ വൈസ് പ്രസിഡന്റ് ആണെങ്കിലും എൻ്റെ വാർഡിൽ ഞാൻ അങ്ങനെ ഈ പറഞ്ഞ പോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. 2 വർഷം തുടർച്ചയായിട്ട് ഒരു വയോജന യാത്ര നടത്തിയിട്ടുണ്ടായിരുന്നു. വയോജന ദിനത്തിൽ 2 തവണ ഇപ്പോൾ നടത്തി. ശരിക്കും ഭയങ്കര സന്തോഷം വരുന്ന ഒരു പരിപാടിയല്ലേ? ഇപ്പം അങ്ങനെ കുറേ വയോജനങ്ങളാണ്, ഓരോക്കെ കൊണ്ടുപോകുമ്പോൾ അധികം പുറത്തൊന്നും പോകാത്ത ആളുകളാണ്, അങ്ങനെ യാത്രയിലൊന്നും പങ്കെടുക്കാത്ത ആളുകളായിരിക്കും. അപ്പോൾ എനിക്ക് മെമ്പർ ആകുന്നതിന് മുമ്പേ ഉള്ള കുറേ എക്സ്പീരിയൻസുകൾ വെച്ചിട്ട് ഞാൻ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ പല വീടുകളിൽ നിന്നും അച്ഛനമ്മമാരൊക്കെ യാത്ര പോവുകയാണെങ്കിൽ ആ അമ്മ അല്ലെ അമ്മമാർ വീട്ടിലാകുന്നൊരവസ്ഥ ആണ് ഉണ്ടാവല്. അപ്പോൾ ഞങ്ങൾ ഇവരെയും കൊണ്ടുപോയി. ഞാൻ ആദ്യം നടത്തിയത് അകലാപ്പുഴയാണ്. അപ്പോൾ അതെന്ന് വെച്ചാൽ എനിക്ക് തന്നെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിലുണ്ട് വീഡിയോ. ഒന്ന് പ്ലേ ചെയ്യോ? എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഇതാണ്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ ഒരു സ്ഥലത്തും ടൂറ് പോയിട്ടില്ല. കാലം വരെ ഒരു നല്ല സന്തോഷത്തിൽ ആയിട്ടില്ല. എന്റെ മക്കളെ പോലെ. അപ്പോൾ ഇവരൊക്കെ ആദ്യമായിട്ട് യാത്ര പോകുന്ന ഒരു എക്സ്പീരിയൻസ്, യാത്ര കഴിഞ്ഞ് വരുമ്പോൾ പറയുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. അതുപോലെ കടൽ ട്രെയിൻ കാണാത്തൊരു വ്യക്തി ഉണ്ടായിരുന്നു. അപ്പോൾ അവരിങ്ങനെ യാത്രയെ പറഞ്ഞിട്ടായിരുന്നു. നിർഭാഗ്യവശാൽ അവർ കഴിഞ്ഞ വർഷം മരിച്ചുപോയി. അപ്പോൾ അവർ മരണവാർത്ത അറിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലേക്ക് വന്നൊരു വിഷമമായിരുന്നു. ഈ ഒരു കാര്യം കൂടി സാധിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള. ഓരോ പഞ്ചായത്തിനും കുറെ പദ്ധതികൾ ഉണ്ടാവും. ഇതിപ്പോ അങ്ങനെ പദ്ധതിയിൽ നമ്മൾ വെച്ചിരുന്നോ? ഇല്ല, പദ്ധതിയൊന്നുമല്ല. ഇപ്പം ഞാൻ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളോട് ഈ കാര്യം പറഞ്ഞപ്പോൾ അവരെ സപ്പോർട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിനൊക്കെ മുന്നിട്ടിറങ്ങിയാൽ ഇത് ചെയ്തു തരാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും എന്നുള്ളത് ഞാൻ പല കാര്യങ്ങളിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ അതിലേക്കൊക്കെ അപ്പുറം നമ്മളെടുത്ത് ദിവസം വരുന്ന കുറേ കേസുകളുണ്ടാവും. ഒരുപക്ഷെ മരുന്നില്ലാത്തത്, ഭക്ഷണമില്ലാത്തത്, പിന്നെ കിടക്കാൻ കട്ടിലില്ലാത്തത്, അങ്ങനെയൊക്കെ. അതൊന്നും എല്ലാ കാര്യങ്ങളും നമുക്ക് പഞ്ചായത്തിൻ്റെ പദ്ധതികളെ കാത്തിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പുറത്തുനിന്ന് ആരെങ്കിലും സ്പോൺസർമാരെ കണ്ടെത്തിയിട്ട് ചെയ്തു കൊടുക്കും. എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഇനിയിപ്പോൾ നാളെ മറ്റന്നാളോ ചിലപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപനം ഉണ്ടാവും. എങ്ങനെ അടുത്ത തവണ ഇവിടെ മെമ്പറായിട്ട് ഉണ്ടാവോ അതോ ഇനി വേറെ പരിപാടികളാണോ? അല്ല, വീട്ടിലിരിക്കാൻ പ്ലാനുള്ള പാർട്ടി സീറ്റ് തരികയാണെങ്കിൽ മത്സരിക്കും. അതല്ലെങ്കിൽ ഞാൻ IT ടീച്ചറായിരുന്നു. ആ ഒരു ജോലി എന്ന മേഖലയിലേക്ക് പോകാൻ അങ്ങനെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, സർവീസ് ഞാനൊരു മെമ്പർ ആകുന്നതിന് മുമ്പേ ചെയ്തു വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് ഇന്നും തുടരുന്നുണ്ട്. അത് പക്ഷേ ആരെ കാണിക്കാനോ ഒന്നുമല്ല. അപ്പോൾ ഒരിക്കലും വെറുതെ ഇരിക്കേണ്ടി വരില്ല എന്നുള്ളൊരു ഉത്തമ ബോധ്യം എനിക്കുണ്ട്. മെമ്പറെ കഥ കുറേ ഉണ്ടാവും, പക്ഷെ ചായ തീർന്നു പോയി. ഒരു ചായ കൊണ്ടൊന്നും നമുക്ക് തീരില്ല. എന്റെ ചായ തീർന്നു. ഇപ്പൊ എന്തായാലും തെരഞ്ഞെടുപ്പൊക്കെ പ്രഖ്യാപിക്കട്ടെ. മെമ്പറെ കണ്ടപ്പോ ഒന്നുകൂടി ഇരുന്നാണ്. ആയിക്കോട്ടെ, ശരി. ഷിജിൻ നരിപ്പറ്റയ്ക്കൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.